ിലേക്കാണ് ശിശുക്ഷേമ സമിതിയിലെ 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനിയും ജലദോഷവും ബാധിച്ച കുട്ടികളാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ശ്വാസതടസ്സം മൂലം ഒരു കുട്ടി ഇന്നലെ മരിച്ചിരുന്നു. മരിച്ച കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കേൾക്കാം. നിലവിൽ 6 കുട്ടികൾ ആശുപത്രിയിലാണ്. അത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതാണ്. നേരത്തെ അഡ്മിറ്റായ കുട്ടികളടക്കമുണ്ട്. അപ്പം സ്വാഭാവികമായും ചില ദിവസങ്ങളിലൊക്കെ കുട്ടികളുടെ അഡ്മിഷൻ വരുന്നൊരു പതിവുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കുന്നൊരു രീതിയാണ്. SIT-ലാണ്. അത് ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നിലധികം കുട്ടികളിപ്പോൾ ചില കുട്ടികളെ റിവ്യൂവിന് കൊണ്ടുപോകുമ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നവരും ചില ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുന്നൊരു രീതിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികത നിലവിലില്ല. അമൽ തേനംപറമ്പിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. കാരണം അവിടുത്തെ സംബന്ധിച്ചോളം ഒരു മാസത്തിൻ്റെ രണ്ടാമത്തെ മരണമാണ് കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. അമൽ, ഇത്രയും അധികം കുട്ടികൾ ഇപ്പോൾ അവിടേക്ക് മാറുന്നുണ്ട്. പക്ഷേ അവിടെ ചില അടിസ്ഥാന സൗകര്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് കൂടി വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി ഇപ്പോൾ നമുക്ക് നൽകിയ പ്രതികരണമൊക്കെ ചേർത്ത് നൽകുമ്പോൾ ആശുപത്രി അധികൃതരുമായിട്ട് പിന്നീട് SIT അധികൃതരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഫെബ്രുവരി 18-നാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ ആദ്യത്തെ മരണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ 5.5 മാസം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. ഈ ഇന്നലെ സംഭവിച്ച മരണം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ സമയം അത്തരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം മരണപ്പെടുകയാണ് ചെയ്തത്. SIT ആശുപത്രിയിലാണ് കുഞ്ഞ് മരണപ്പെട്ടത്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നത് മെഡിക്കൽ കോളേജിലാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. അതിന് തൊട്ട് പിന്നാലെയാണ് മറ്റ് ചില കുട്ടികൾക്ക് കൂടി പനിയടക്കമുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടായതും അവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. നിലവിൽ ഇവരുടെ ഒന്നും ആരോഗ്യത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അരുൺ ഗോപിയോട് സംസാരിച്ചിരുന്നു. GL അരുൺ ഗോപി ശിശുക്ഷേമ സമിതിയുടെ അധ്യക്ഷനാണ്. അപ്പോൾ അരുൺ ഗോപി പറയുന്നതനുസരിച്ചാണെങ്കിൽ നിലവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എങ്കിലും നേരിയ ചില പ്രശ്നങ്ങൾ കാണിച്ചു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഈ മറ്റ് പ്രശ്നങ്ങൾ കാട്ടിയ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ സംബന്ധിച്ച വിഷയത്തിൽ പരിശോധന നടത്താൻ, ഈ അടിസ്ഥാന സൗകര്യം അടക്കമുള്ള വിഷയങ്ങൾ പരിശോധന നടത്താനുള്ളൊരു തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ പരിശോധന നടക്കുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും താരതമ്യേന മറ്റ് സ്ഥലങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യമൊക്കെ അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സംവിധാനമാണ് തിരുവനന്തപുരത്തെ സംവിധാനമെന്ന് പറയാം. അതോടൊപ്പം തന്നെ ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ കൂടി ഈ കുട്ടികൾക്ക് മികച്ച ഒരു പരിരക്ഷ അല്ലെങ്കിൽ അവരെ മികച്ച രീതിയിൽ നോക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നത്. ചെറിയ ചില പരാതികളൊക്കെ ഉയരുന്നുണ്ട്. ഈ കുട്ടിയുടെ മരണം സംബന്ധിച്ച കാര്യത്തിൽ പരാതികൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരാതികൾ